സിനിമ എങ്ങനെയാ? സിനിമ ഇഷ്ടമാണ്. സിനിമയിലൊക്കെ ആരെങ്കിലൊക്കെ ഒരു ചാൻസ് അഭിനയിക്കാം. വല്ല സൈക്കോ കില്ലർ ലുക്കിലൊക്കെ ഒന്ന് അഭിനയിച്ച് തന്നിട്ട് പോവാ. സിനിമ താല്പര്യമാണ്, കാണാൻ ഇഷ്ടമാണ്. അഭിനയിക്കാനൊന്നും താല്പര്യമില്ല, അറിയത്തില്ല. പിന്നെ നമ്മൾ അതിനെപ്പറ്റി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ലാലേട്ടൻ ഫാനാ. ഓ, തുടരും കണ്ടോ? ഇല്ല, കാണണോ. തുടരും ടിക്കറ്റ് കിട്ടണ്ടേ? എവിടെ ടിക്കറ്റ് കിട്ടിയാലേ പോകാൻ പറ്റുള്ളൂ. ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ വാച്ച് ചെയ്തിട്ടുള്ള സിനിമ ഏതാ? വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് നല്ല സിനിമയല്ലേ. അവൻ പറഞ്ഞ് ഒരാളെ കൺവിൻസ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു ബ്രോ, ഇത് കൺവിൻസിങ് ഈസ് എൻ ആർട്ട്. സെയിൽസിൽ അത് ഭയങ്കര ആവശ്യമാണ്. നമ്മൾ എന്ന് പറഞ്ഞ് കള്ളത്തരം പറയരുത്, ഉള്ള കാര്യം പറഞ്ഞ് സെല്ല് ചെയ്യിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്ലസ് സൈഡ്. കള്ളം പറഞ്ഞാൽ പൊളിയും. നമ്മൾ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികകാലം ഒന്നും മുന്നോട്ട് പോകത്തില്ല, എന്തായാലും ഒരു പോയിന്റ് വീഴും. അപ്പോൾ എത്തിക്സ് കീപ്പ് ചെയ്ത് വർക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ കുറെ കൂടെ മുന്നോട്ട് ഈസി ആയിരിക്കും. ഈസി എന്ന് പറഞ്ഞാൽ നമുക്ക് പാളാനൊന്നുമില്ല. നീ ഒന്നും അങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്ന് പറയാനൊരു സാഹചര്യം ഇല്ലല്ലോ. ഞാനൊന്ന് കറക്റ്റാണ് പറഞ്ഞത് എന്ന് പറയാനുള്ള സാഹചര്യമല്ലേ ഉള്ളൂ. അവിടെ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ UK ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന പിള്ളേരുണ്ട് അവിടെ. കാരണം അവർക്കും ഒരു പോയിന്റ് എത്തുമ്പോൾ മനസ്സിലാവുമല്ലോ. അവിടെ 9 to 5 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹെക്ടിക്കാണ്. ബ്രോയ്ക്ക് ഇച്ചിരി ഈസി ആയിരിക്കില്ല. ഇവിടെയൊക്കെ കൊച്ചി ലൈഫ് ചില്ലടിച്ച് പോവല്ലേ. അവിടെ 9 to 5 എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി ടാസ്കാണ്. കാരണം പിറ്റേ ദിവസം അതേപോലെ റിപ്പീറ്റ് ചെയ്യണം. രാവിലെ നമുക്കൊന്ന് ചില്ല് ചെയ്യാനോ ലൈഫ് ചെയ്യാനോ ഒന്ന് പുറത്തിറങ്ങാനോ ഈ 9 to 5 കൊണ്ടൊന്നും പറ്റില്ല. അവിടെ 9 to 5 ഇല്ലെന്നോ. അതെ 12 hours ഷിഫ്റ്റ് ഒക്കെ ആയിരുന്നത്. രാവിലെ 8 മണിക്ക് വരെ, രാത്രി 8 മണി വരെ. പിന്നെ ഇരുട്ടിയില്ലേ, എന്ത് കാണിക്കാനാ? ഒന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു സെറ്റപ്പ് അല്ലേ. അപ്പോൾ ഒരുപാട് പേര് ഇപ്പം നല്ല നല്ല മേഖലയിലേക്ക് ഇറങ്ങുന്നത്, ഫുഡ് ട്രക്കായിട്ട് ചെയ്യുന്നവരും അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരുപാട് പേരുണ്ട്. റെസ്റ്റോറൻറ്റ്സ്. UK പോയിട്ട് പിന്നെ ആ സമയത്തൊക്കെ ആളുകൾ പ്രശ്നങ്ങൾ നേരിട്ടില്ല. ഈ റേസിസത്തിനെ പറ്റിട്ടൊക്കെ പറയുമായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ശരിക്കും UK ഉണ്ടായിരുന്നു ആ സമയത്ത്? ഇല്ല, ഈ റേസിസം ഉണ്ട് ഡെഫിനറ്റ്ലി. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും ഇത് കണ്ടത്. ഈ റേസിസം പറയുന്ന ആൾക്കാർ മൈൻഡിലുണ്ടാവും, ഉണ്ടാകുന്നല്ല, മൈൻഡിലുണ്ടാവാം. അത് പറയുന്ന ആൾക്കാർ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെക്കണം. ഓക്കെ, നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഗ്രോത്ത്. നമ്മൾ ഒരു ഡെവലപ്പ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമിന്റെ കൂടെ നമ്മൾ ജോയിൻ ചെയ്താൽ നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ മോശം കൂട്ടുകെട്ടിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മോശമായിക്കൊണ്ടിരിക്കും. അതായത് ഒരു ഇല ചീഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി ഇലയൊക്കെ ചീഞ്ഞ് തുടങ്ങുമല്ലോ ഒരു മൂലയ്ക്ക് വന്ന്. അപ്പം നമ്മൾ കീപ്പ് ചെയ്യുന്ന ആ ഒരു കോണ്ടാക്ട് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഡെവലപ്മെന്റ്. അപ്പം ഞാൻ കൂടിയിട്ടുള്ള ഡെവലപ്മെന്റ്സിന്റെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നോക്കാൻ സമയമില്ല. എന്നെ നോക്കിയിട്ട് നീ ഇന്ത്യക്കാരനല്ലേടാ, നീ കർമ്മനാണെന്ന് പറയാനുള്ള സമയം അവർക്കില്ല. അവർക്ക് സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യണം, നമുക്കൊരു ഐഡിയ പറഞ്ഞു തരും, നമ്മൾ അവരോട് ഡെവലപ്പ് ആകുമെന്നുള്ളൂ. റേസിസം ഉണ്ട്, താഴെ തട്ടിലുണ്ടാവും, മേലെ തട്ടിലുണ്ടാവും, ഇടയ്ക്കും ഉണ്ടാവും. അത് നമ്മൾ കേൾക്കാനുള്ള സമയമുള്ള ആൾക്കാരോട് കൂടിയാൽ മതി. അത് പറയാൻ സമയമില്ലാത്ത ആൾക്കാരോട് കൂടി കഴിഞ്ഞാൽ ഒന്നും കേൾക്കാൻ പോകില്ല. അല്ലെങ്കിൽ രാത്രി മറ്റേ കള്ളും കുടിച്ച് റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തം വന്ന് വേണമെങ്കിൽ പറയാം. ആ സാഹചര്യം നമ്മൾ ഉണ്ടാക്കാതിരുന്നാൽ പറയാം. എന്തിനായി രാത്രി അവിടെ പോയിട്ട് അങ്ങനെ ചെയ്യുന്നത് ആവശ്യം? നമ്മൾ ഡെവലപ്മെന്റ് മാത്രം ഉദ്ദേശിച്ച് ജീവിച്ചാൽ മതി. നമ്മൾ കൂടെ നടക്കുന്ന ആളുകളുടെ ആവറേജ് ആയിരിക്കും നമ്മൾ. ആ തിയറിയിൽ വിശ്വാസമുണ്ടോ? ഉറപ്പായിട്ടും വിശ്വാസമുണ്ട്. അതിലെന്താ സംശയം? നമ്മുടെ വീട്ടിലൊക്കെ പറഞ്ഞില്ലേ കൂട്ടുകെട്ട് നശിപ്പിക്കുന്നതെന്ന്. ചിലപ്പോൾ കൂട്ടുകെട്ട് നമ്മളായിരിക്കും നശിപ്പിക്കുന്നത്, അത് വേറെ കാര്യം. ആ കൂട്ടുകെട്ട് മൊത്തം കോളാക്കുന്നത് നമ്മളായിരിക്കും. അതായത് മര്യാദക്ക് നടക്കുന്ന പിള്ളേരെ പിടിച്ച് പഴപ്പിക്കുന്ന സെറ്റപ്പാ. ഞാനങ്ങനെയായിരുന്നു. അത് ഭയങ്കര ഞാനെല്ലാവരും ആ ഒരു സ്കീമില് നശിപ്പിച്ച് കിടക്കുന്ന മനുഷ്യരായിരുന്നു. പക്ഷെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കൂട്ടത്തിലുള്ളവരെ പൊക്കും. അത് ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ എന്റെ കൂടെ ഉള്ള എല്ലാവരും, എന്റെ കൂടെ താഴെ തട്ടി തുടങ്ങിയ പലരും ഇന്ന് നല്ല ഒരു പൊസിഷനിൽ കമ്പനിയിൽ ഇരിപ്പുണ്ട്. അല്ല, ഞാൻ കുറച്ച് കൗതുകം കൊണ്ട് ചോദിക്കുക, ഈ ഉയരാൻ വേണ്ടിയിട്ടുള്ള ടീമില്ലേ, അതിനെങ്ങനെ സെലക്ട് ചെയ്ത് അതിലേക്ക് എങ്ങനെ എത്തിയത്? ഇവിടെ ഇപ്പം എത്രയാ, ഒരു ചെറിയ പയ്യനുണ്ട് എൻ്റെ കൂടെ. അവന് 10-20 വയസ്സേ ഉള്ളൂ, 20-21 വയസ്സേ ഉള്ളൂ. അവൻ എന്നോട് പറഞ്ഞ അവന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന എങ്ങനെയാ, കമ്മ്യൂണിക്കേഷൻ അവിടെ പോയി പഠിക്കുന്നത്. അവൻ എന്നെ കണ്ട് എന്റെ കൂടെ നടന്ന് പഠിച്ചാൽ മതി, അത് അവന്റെ ആവശ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംഭവമൊന്നുമല്ല, എന്റെ കൂടെ നടന്ന് പഠിച്ചിട്ട് അങ്ങനെ ആനക്കാര്യം പഠിക്കാനൊന്നുമില്ല. പക്ഷെ അവന്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ഇന്ന് പഠിച്ച് അവന് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാന്നുള്ള ആ ഒരു ഡെവലപ്മെന്റോട് ഞാൻ കൂട്ടത്തില്ല. പിന്നെ ഞാൻ കൂടെ പിന്നെ ഡെഫിനറ്റ്ലി അവനോട് ഇരിപ്പുണ്ട്. പിന്നെ ഒരാൾ എൻ്റെ കൂടെ ഉള്ളത് 10-26 കൊല്ലമായിട്ട് ഫ്രണ്ടാണ്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ കൂട്ടുകാരനാ. അവനോട് നിലമ്പൂരോട്ടെ. പിന്നെ നിലമ്പൂര് വീട്ടില് നമ്മള് ഏകദേശം ഒരു ഡിസ്റ്റൻസ് റിലേഷനാ, എവിടെയോ ഒരു തുമ്മിത്തെറിച്ച് ബന്ധമുണ്ട്. ബട്ട് ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ടാണ്. ഫുൾ ടൈം കൂടെയാ, എപ്പോഴും കൂടെ ഉണ്ടാവും. പുള്ളിയാണെന്ന് എൻ്റെ കാര്യങ്ങൾ, ഫൈനാൻസ്, വീട്, ഇതെല്ലാം മാനേജ് നടക്കുന്നത്. ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ട് വിശ്വസിക്കാം, കുറെയൊക്കെ വിശ്വസിക്കാം. ഒരു പരിധിക്കപ്പുറം വിശ്വസിക്കരുത്. എന്നാലും നമുക്കൊരു 90% ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്ന ഒരു സ്കീമുള്ള ഫ്രണ്ട്സ് കൂടെ ഉണ്ടെങ്കിൽ നല്ലതാ. ഈ മുഴുവനായിട്ട് ആരെയും വിശ്വാസമില്ലാത്തൊരവസ്ഥ ഉണ്ടല്ലേ? കംപ്ലീറ്റ്ലി എനിക്കൊരു മനുഷ്യന് വിശ്വാസമില്ല, കളഞ്ഞിട്ട് പോകും.
അതുകൊണ്ടാണ് വിശ്വാസമുള്ള 3 പേര് എൻ്റെ കൂടെ ഉള്ളൂ. റോളക്സ്, ലിയോ, ഭീകരൻ. Wow, nice. ഇതല്ലാതെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വിശ്വാസമുള്ള ആരും എൻ്റെ കൂടെ ഇല്ല. കളഞ്ഞിട്ട് പോകും. ആൾക്കാരല്ലേ കുറച്ച് കഴിയുമ്പോൾ ഡെവലപ്പ് ആകുമ്പോൾ നമ്മളെ പട്ടി വരാതിട്ട് പോകും, മനസ്സിലായി? അത് ഉറപ്പായിട്ടും പോകും. നമുക്ക് പിന്നെ നമ്മളിപ്പോ എക്സ്പെക്റ്റഡ് ആണ്. ഇപ്പൊ ഞാനീ പറയുന്ന എന്റെ ഫ്രണ്ട് ചിലപ്പോൾ പോകത്തില്ലായിരിക്കും കേട്ടോ, കാരണം പുള്ളിക്ക് നല്ലൊരു സെറ്റപ്പിലാ പുള്ളി പോകുന്നത്. ഞാനീ പറഞ്ഞ പയ്യൻ കുറച്ച് ഡെവലപ്പ് ആവത്തില്ലേ, ഓരോ കാര്യങ്ങൾ അറിയണ്ടേ, നമ്മളെന്തിനാ പിടിച്ചു വെക്കുന്നേ? ലെറ്റ് ഹിം ഗോ ഡെവലപ്പ്. ആ ഒരു സ്കീമില് എല്ലാരും പോവോ, നമ്മളാരും നിൽക്കത്തില്ല. ഡിറ്റാച്ച്മെന്റ് ഇല്ലേ, അവര് പോവും ഇവര് വരും, ആ സാധനം ഇല്ലേ, കുറച്ചുകൂടെ മെച്ചൂർഡ് ആറ്റിറ്റ്യൂഡ് ആയിട്ടാ തോന്നുന്നത്. ഈ അറ്റാച്ച്മെന്റും ഡിറ്റാച്ച്മെന്റും ഉണ്ടല്ലോ, ഇത് എങ്ങനെ ഡെവലപ്പായി വന്നത്? ആൾക്കാർ കളഞ്ഞിട്ട് പോയി തുടങ്ങിയപ്പോ. ഒരാള് പോയി കഴിഞ്ഞാ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പ്രേമം തേച്ചിട്ട് പോയതാ, അവിടെ തുടങ്ങിയത് നമുക്ക് പോകുമ്പോ എങ്ങനെ പോകുന്നു മനസ്സിലാവാനുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രേമിക്കാൻ പോയിട്ടില്ല ഇതുവരെ ഇല്ല. അപ്പൊ പിന്നെ ഇഷ്ടമൊക്കെ തോന്നും. പിന്നെ നമുക്ക് ഒരാളെ കാണുമ്പോ നമുക്ക് ഉറപ്പായിട്ട് തോന്നും നല്ലതാണല്ലോ, കാണാൻ കൊള്ളാലോ, ഇഷ്ടമുണ്ട്, അതൊക്കെ തോന്നും. അവിടെ നിന്നും പോയി ഞാൻ പറയൊന്നുമില്ല, അവിടെ പോയി പറയുക ഒന്നാമത് നമ്മളെ കണ്ടാ ഇഷ്ടപ്പെടാതെ പോകുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ നമ്മളിനി പോയിട്ട് ഇഷ്ടമാന്ന് പറഞ്ഞാലും ആ ഒരു റിലേഷൻഷിപ്പ് ആയി യുണീക്നെസ് ഇല്ല അനുവിന്. ഏതാ അനുവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറക്കില്ല ഒരിക്കലും. അനുവിന് ഒരു ലുക്കുണ്ട്, മറക്കാത്ത ലുക്ക്. അത് ഒരു നല്ല ലുക്ക് അല്ല, നല്ല ലുക്കാണ് ശരിക്കും. മോർഗൻ ഫ്രീമാൻ അല്ലേ പുള്ളി? അതിഭീകര സുന്ദരനല്ലല്ലോ, പക്ഷെ മോർഗൻ ഫ്രീമാൻ ഒരു വട്ടം കണ്ടാൽ നമ്മളെ മറക്കില്ല അയാളെ. പുള്ളിയുടെ സൗണ്ട് എങ്ങനെയുണ്ട്? പുള്ളിയുടെ സൗണ്ടാ മറക്കാം ഒരു പരിധി വരെ, ശരിയാ. അപ്പൊ അതുപോലെ അൻവിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന റീൽ എന്ന് പറയുന്നത് മറ്റേ പട്ടികളെ നിർബന്ധിച്ചിട്ട് ആ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് 3 പേർക്കും കുളിക്കാൻ 3 രീതികളാണെന്നുള്ള അറിയില്ല. അത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന റീൽ. അതിനുശേഷം ഞാൻ അൻവിനെ മറന്നിട്ട് തന്നെ ഇല്ല. ഇപ്പൊ നമ്മുടെ ഇത്ര ഇൻഫ്ലുവൻസേഴ്സിനെ കാണുമ്പോൾ മറന്നു പോലും അവരെ ഒരു പോയിന്റ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഫീഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഞാനത് പറഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങനെ തോന്നില്ലേ, മനുഷ്യന്മാരല്ലേ, ഇപ്പൊ കമ്പാനിയൻഷിപ്പ് അങ്ങനെ ആലോചിക്കില്ലേ? താല്പര്യമില്ല ബ്രോ. അതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും പോകും, ഒരു പോയിന്റ് കഴിയുമ്പോൾ അങ്ങനെ അധികം ആരും നിൽക്കാനൊന്നും പോകണം. നമ്മള് എനിക്കിപ്പോ എന്റെ ഈ ലൈഫ് ഞാൻ നല്ല ഞാൻ ക്ലിയർ ആയിട്ട് പറയാം, ലൈഫ് ഭയങ്കര സ്മൂത്താ. എനിക്ക് വലിയ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്റെ കൂടെ 3 പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്, കുറച്ച് വണ്ടികളുണ്ട്. ഞങ്ങള് സൗകര്യമുള്ളപ്പോൾ പുറത്തു പോകും, സൗകര്യമുള്ളപ്പോൾ തിരിച്ചു വരും. ആ ഒരു ലിവിങ്. ഇതിനുള്ളിലോട്ട് ഒരാൾ വരുന്നു, അവരിതെല്ലാം കൂടെ കഷ്ടപ്പെട്ട് അഡാപ്റ്റ് ആവുന്നു, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അഡാപ്റ്റ് ആവാൻ പറ്റാതിരിക്കുന്നു. ഈ പറ്റാതിരിക്കുമ്പോൾ പോവല്ലോ. അപ്പൊ ഞാൻ എന്തിനാണ് എന്റെ ലൈഫിലോട്ട് വേറൊരു എക്സ്ട്രാ പാർട്ട് കയറ്റി വെച്ചിട്ട് അത് അഡാപ്റ്റ് ആവുക? ഒരു പസിൽ നമ്മൾ മാച്ച് ആവാത്ത ഒരു പസിൽ വെച്ചിട്ട് കാര്യമുണ്ടോ? ഈ +2 കാരിയെ കാരണം കുറച്ച് സ്ത്രീ വിരോധി ആയിട്ടുണ്ടല്ലേ? ഐ നോ യു വാച്ചിങ്. പിന്നെ ഇവരെവിടെ എന്താ ചെയ്യാ അന്വേഷിച്ചു പോയിട്ടുണ്ട്? എല്ലാം അറിയാം. അപ്പൊ നിങ്ങളുടെ നല്ലൊരു കാമുകൻ ഉണ്ടായിരുന്നു. അത് പണ്ടുണ്ടായിരുന്നു, മുടി പോയപ്പോ പോയതാ. മുടി പോയപ്പോ പെണ്ണും പോയി, പിന്നെ പ്രേമിക്കാൻ പോയിട്ടില്ല. അത് ഭയങ്കര ഒരു കാര്യം കേട്ടോ. എങ്ങനെ പോയാലും നമ്മൾ അവരെ പറ്റി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കും. പിന്നെ നമ്മൾ അമ്പിളാരല്ലേ. വിനീത് ശ്രീനിവാസനൊരു കാര്യം പറയില്ലേ, മറ്റേ വീട് വാടകയ്ക്ക് കൊടുക്കണ പോലെയാന്ന്. നമ്മുടെ സ്വന്തം വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പെയിന്റ് മാറിയോ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുമല്ലോ. അല്ലല്ലേ, നമ്മള് പ്രേമിച്ച് കഴിഞ്ഞാൽ ഒരാളോട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ കമ്മിറ്റഡ് അഡ്വഞ്ചറസ് ലവ് ആയിരുന്നോ അൻവിൻ? അതൊക്കെ പറഞ്ഞാൽ മോശമായി പോകത്തില്ലേ? അല്ല, ഭയങ്കര ആത്മാർത്ഥതയുള്ള. പിന്നെ എനിക്ക് നല്ല ആത്മാർത്ഥമായിരുന്നു, അതുകൊണ്ടല്ലേ അവള് പോയപ്പോ വിഷമമായത്. അതുകൊണ്ടല്ലേ പ്രേമിക്കാൻ നടക്കുന്നത്. അതൊക്കെ ആത്മാർത്ഥയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല കേട്ടോ. കല്യാണം കഴിക്കലുണ്ടല്ലേ? അല്ലെ, ഞാൻ പറഞ്ഞു എപ്പോഴേലൊക്കെ കിട്ടും എന്ന് പറഞ്ഞപ്പോ നാളെ ഇപ്പൊ നല്ലൊരാൾ വന്ന് ഞാൻ ഈ പറഞ്ഞ ലൈഫിലോട്ട് ഒരാൾ ഫിറ്റ് ആയി പെർഫെക്റ്റ് ആന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷ് അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ ഞാനൊരു കല്യാണ വിരോധിയൊന്നും അല്ല. പ്രേമിക്കാൻ താല്പര്യമില്ല, പ്രേമിച്ച് നടന്ന് ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. നടക്കുവോ ഇല്ലയോ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള പ്ലാനൊന്നും എനിക്കില്ല. അത് കൊള്ളാം.